കണ്ണപ്പി പറയൂ ക്ലാര, നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? എന്റെ അടുത്ത് പറയൂന്നേ, ഞാനത് കേൾക്കാൻ വളരെ ഉത്സാഹത്തിലാണ്. പറയൂ ക്ലാര, എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വിളിപ്പിച്ച് പറയാനല്ലേ? പറ. അത് പിന്നെ കണ്ണപ്പി, അത് പറഞ്ഞോ കണ്ണപ്പി? പറ കണ്ണപ്പി, എനിക്കൊരു സഹായം ചെയ്യൂ. നേരത്തെ പറഞ്ഞു പ്രതീക്ഷിച്ചു. കണ്ണപ്പി എന്താ പ്രതീക്ഷിച്ചേ? ഇന്ന് ഞാൻ പറയുന്ന കണ്ണപ്പി ശ്രദ്ധിച്ച് കേക്ക്. എനിക്ക് വേണ്ടി ഞാൻ ചെയ്യില്ലേ? പ്ലീസ് കണ്ണപ്പി. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉരുണ്ട ഭൂമിയെ റെക്ടാങ്കിൾ ഭൂമി ഞാനാക്കും. കാര്യം നേടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടത്? ഇവനെ സോപ്പിടാൻ കുറച്ച് പണിയാ. രണ്ട് ടീമിൽ രണ്ട് സ്ഥലത്തേക്കാര് നന്നായി അമ്മോ? ശരിയാ, അത് നന്നായി. അല്ലെങ്കിൽ അവർ നമുക്ക് എന്തെങ്കിലും പണി തരും. ആ കാര്യത്തില് എനിക്ക് നല്ല ഉറപ്പ്. ഏ കാര്യത്തില്? നമുക്ക് പണി തരുന്നുള്ള കാര്യത്തില് നമ്മൾ അവരെങ്ങനെയാണ് തോൽപ്പിക്കുന്ന എനിക്ക് ഉറപ്പാ. എനിക്ക് നിന്നതിൽ ആറ് ഉറപ്പുണ്ട്. എടി, ഇപ്പൊ ടൈം 5 മണിയായി തുടങ്ങി. നമുക്ക് 7 മണിക്കല്ലേ ഫുഡ് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ? നൈറ്റിലെ ഗസ്റ്റ് വരുന്നേ. നൈറ്റിലാകുമ്പോ ഇവിടെ ഫുൾ അലങ്കരിക്കൊക്കെ ചെയ്യാനായിരിക്കും. പിന്നെ ഓരോന്നിനും പോയി ടീച്ചേഴ്സ് ഒക്കെ നൈറ്റ് ആകുമ്പോഴത്തേന് എത്തുന്നു പറഞ്ഞു. ഇവിടെ പ്രിൻസിപ്പൽ മാഡം മാത്രമേ ഉള്ളൂ. എടി, എനിക്ക് ഡൗട്ട്, ഈ തോരയിൽ ഉപ്പ് ചേർക്കോ? ചേർക്കും തോന്നുന്നു. എനിക്ക് ഉപ്പിന്റെ അളവ് തീരെ അറിഞ്ഞൂടാ. അതൊക്കെ നമുക്ക് അറിയുന്ന പോലെ ഇടാടി, അതൊന്നും കുഴപ്പമില്ല. ചേച്ചിമാരെ, അവരൊക്കെ എവിടെ? അവരുടെ ആ ക്ലാരയുടെയും പാചകം എത്രയും നോക്കാൻ പോയതാ. അതിനെന്തിനാ ഇവരെല്ലാവരും കൂടി പോണേ? ഈ ചട്ടിപ്പിടിക്കാൻ കൈ കുഴഞ്ഞു. ഒന്ന് കുറച്ചു നേരം നിക്കടി അവിടെ. നീ എന്താ ഇങ്ങനെ? എന്ത് ചെയ്യാൻ ദേവി ചെയ്ത് ആനോനോടൊന്ന് പിടിക്കാൻ പറ. ഞാനിപ്പോ ഇവിടെ എനിക്ക് പോയി ഇത് കാര്യം ചെയ്യും. അപ്പൊ അവരെന്നെ കുറെ അരിയുന്ന കണ്ടേ. അതിന് നിങ്ങൾ അത് മുഴുവനാക്കുന്നില്ലോ. നിങ്ങൾക്ക് കുറച്ചു നേരം അഴിയുമ്പോത്തിന് വേറെ പണി ചോദിക്കല്ലേ? ഇപ്പൊ നിന്നെ ഞാൻ ഗ്യാസിന്റെ അടുത്തേക്ക് ആക്കിയത്. അമ്മ ചേച്ചി ഇവിടെ വന്ന് നിക്കേ. എനിക്കൊന്നും വയ്യ. ഞാൻ ഇവിടെ അരിയുന്ന നിനക്ക് കാണുന്നില്ലേടി പാറു? അവിടെ ഒരു മാഞ്ഞാണം. ഇത്ര ഇനി അറിയാൻ കിടക്ക. അപ്പ നീ ആ ചട്ടി അവിടെ വെച്ച് പോയി. ഇത് ഇവിടെ വെച്ച് പോയത് കരിയത്തില്ലേ? നിന്റെ ടീം അങ്ങ് തോക്കട്ടെ. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഓക്കെ. ആഹാ കണ്ണപ്പി, നീക്കെന്താ ഇവിടെ ജോലിയൊന്നുമില്ല? എന്താ കണ്ണപ്പി, പണിയെടുക്കാതെ മുങ്ങി നടക്കാണോ? എന്നെ വിളിക്കുന്നതോ? എന്നാ കണ്ണപ്പി ഇതൊന്ന് പിടിച്ചേ, ഞാൻ പോട്ടെ. അല്ല കണ്ണപ്പി, നീ ഇവിടെ കുക്ക് ചെയ്ത പ്രശ്നമില്ലേ? താങ്ക് യു കണ്ണപ്പി. എവിടെ ബാക്കിയുള്ളവരൊക്കെ? അവരൊന്നും കാണുന്നില്ല. നമ്മൾ ഇത്രയും പേര് വെച്ച് എങ്ങനെയാ ഇത്? അവരെ കാണുന്നില്ലെന്നോ? അപ്പൊ നിന്നെ ഞാൻ എവിടുന്ന് വിളിച്ചോണ്ട് വന്നേ? ഞാൻ ബാത്റൂം പോയതായിരുന്നു. അപ്പൊ നിങ്ങളെ ക്ലാരയുടെ അടുത്ത് പോകുന്നല്ലാതെ പറഞ്ഞു പോയത്? അതെ, പക്ഷെ ഞാനപ്പോ തന്നെ ബാത്റൂമിലേക്ക് പോയി. അപ്പൊ ഇച്ചാപ്പി പാത്തൊക്കെ എവിടെ? അവരൊന്നും ഇല്ലാത്തത് ഇങ്ങനെ നടക്കുന്ന? എത്ര ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്? നമ്മളാണെങ്കിൽ കുട്ടികളും, നമുക്ക് അമ്മമാരെ പോലെ ഒറ്റയ്ക്ക് എല്ലാം ഉണ്ടാക്കാനും പറ്റില്ല. അവർ രണ്ടുപേരും എവിടെ? ഇങ്ങനെ ടെൻഷൻ ആവാതെ അവർ അവിടെ എവിടെയെങ്കിലും മുങ്ങി നടക്കുന്നുണ്ടാകും. അവരെങ്ങനെ ചേച്ചി മുങ്ങി നടക്കാം? ചേച്ചിക്ക് അറിയാവുന്നതല്ലേ അവര് എത്രത്തോളം ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന. അപ്പൊ പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു? അവർക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും കൂടെ എല്ലാം കൂടി ഉണ്ടാക്കല്ലേ? ചിലപ്പോ അവരെന്തെങ്കിലും പണിപ്പിക്കാനായിരിക്കും ആ ക്ലാരക്കുമാർക്കെതിരെ. ഇച്ചാപ്പിയുടെ ഐഡിയ വല്ലതും വർക്കൗട്ട് ആകുന്നോ? ഇപ്പൊ എല്ലാരും ചെയ്യുന്ന പണി കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കെ. അവരെവിടെ നേരത്തിലൊക്കെ ഉണ്ടാവും. എനിക്കറിയില്ല ഏത് മൊയന്താളാണ് നമ്മളതിന്റെ ഉള്ളിലിട്ട് പൂട്ടിയത്. എനിക്കറിയില്ല പാത്തോ. ഇതില്ലേ ഞാന് ഒന്നുമില്ല. നമ്മളിവിടെ കെട്ടിയിട്ടവർക്ക് ദൈവം കൊടുക്കും. നമ്മുടെ കോമ്പറ്റീഷനിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ സങ്കടം വരത്തില്ലേ? ഇപ്പൊ അവരൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവും. അതെ ചാപ്പി, എല്ലാവരും നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവും. നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? നമ്മളിവിടെ കെട്ടിയിട്ടിരിക്കുക. ഓരോരുത്തരുടെ വാല് പുറത്തേന്ന് പൂട്ടും ചെയ്തു. ഇനിയിപ്പോ നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും പാത്തു? എനിക്ക് അറിയില്ല ചാപ്പിയെ. ഞാനിപ്പൊ മരിച്ചു പോവും. അതെന്തിനാ? എനിക്ക് ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണേ. എനിക്ക് തോന്നുന്നത് ആ ക്ലെയറിന്റെ പണിയാണ് എന്നാണ്. എന്നാലും ഇമാതിരി പണി നമ്മളോട് വേണ്ടായിരുന്നു. പാത്തു, ഞാന് സ്പെഷ്യൽ ഇന്റെ ക്യാരറ്റ് തോരൻ വെക്കാൻ പൂതി വെച്ച് വന്നത്. അടുത്തത് കറുതു വെക്കാൻ പറ്റില്ല. ഈ ബേജാറാവണ്ടേ, നമുക്ക് വെക്കാം. നമുക്ക് ഇവിടുന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം. എങ്ങനെ എന്റെ തലയിൽ കൂടി ചാടി മാറിയേ? നമ്മൾ എന്ത് ചെയ്യാനാ? മാണിക്കാമലരായ പൂവി അതൊരു പാട്ട് ഈ നേരത്താണ്. ഉണ്ടാതെ പോയിക്കെന്നെ പാത്തോ. എനിക്കാണെങ്കിൽ സങ്കടം കൊണ്ട് ഇരിക്കാനും വയ്യ. എന്താ മോളെ, കഞ്ഞി വേണോ? തൊണ്ടയിലെ കരകരപ്പ് മാറ്റാം. എന്താ പണിയൊന്നും ഇതുവരെ തീർന്നില്ലേ? അതൊക്കെ ഇപ്പൊ നീ അറിഞ്ഞിട്ട് വേണോടി. അതെ, ഞാനറിയാതെ ഇവിടെ ഒന്നും നടക്കാൻ പാടില്ലെന്ന്
ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. എന്താ നീ ഒന്ന് പോടി ക്ലയർ, നിനക്ക് നിന്റെ അവിടുത്തെ പണി നോക്കിയപ്പോ. എടോ ചീഫ് ഗസ്റ്റ് എന്തായാലും വരത്തില്ലേ? വരും മാഡം, അത് ഉറപ്പാ. എടോ കുട്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ട് അവിടെ പണിയെടുത്തോണ്ടിരിക്കുക. അന്നേരം ഗസ്റ്റ് വന്നില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. നീ ഉറപ്പിച്ചിട്ടില്ലേ അദ്ദേഹം വരത്തില്ലേ എന്ന്? വരും മാഡം, രാത്രി ആവുമ്പോത്തിരിക്കില്ലേ? രാത്രി ആണെങ്കിൽ പകലാണെങ്കിൽ വരെയോ വരില്ലെന്ന് ഉറപ്പ് വേണ്ടേടോ? അത് വേണം. അവൻ ഞാൻ പറഞ്ഞത്. മാഡത്തിന് അറിയാലോ ഇദ്ദേഹം വാക്ക് പറഞ്ഞ് പാലിക്കുന്നവരാണെന്ന്. അതേടോ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് ഒട്ടനവധി തിരക്കുകളുള്ളതല്ലേ, അദ്ദേഹം എങ്ങനെ വരുന്ന ഞാൻ പറഞ്ഞത്. അതൊക്കെ അദ്ദേഹം വന്നോളും. മാഡം ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രേ സത്യസന്ധനായ ഒരു മനുഷ്യൻ എങ്ങനെ വരാതിരിക്കും മാഡം? അദ്ദേഹം നമുക്ക് വാക്ക് തന്നതല്ലേ. വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേടോ? പ്രതീക്ഷിക്കണ്ട മാം, അദ്ദേഹം എന്തായാലും വന്നില്ലെങ്കിൽ തന്നെയായിരിക്കും ഞാൻ ഇന്ന് ശരിപ്പെടുത്താൻ പോകുന്നത്. വരും മാഡം, വരും. ഗസ്റ്റ് ആരെന്നറിഞ്ഞ സ്വാധീനിക്കാമായിരുന്നു. മാഡം ആര് ഗസ്റ്റ്? ഇതാരാ? ക്ലേര മോളോ? ഓ ഗസ്റ്റ് ഒക്കെ സർപ്രൈസാ. എന്നാലും മാഡം ആരാന്നൊരു അറിവ് പോലും ഇല്ലാതെ ആരാന്ന് പറയൂ മാം. അത് സർപ്രൈസാ കൊച്ചെ, അതങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല. അദ്ദേഹമാണ് നിങ്ങളുടെ വിധി നിശ്ചയിക്കുന്നത്. അദ്ദേഹമാണോ അദ്ദേഹത്തെയാണോ? അതൊക്കെ നിങ്ങൾക്ക് വരുമ്പോ കാണാം. എന്തായാലും അദ്ദേഹത്തെ ഞങ്ങൾ കാണും. അത് കുറച്ച് നേരത്തെ പറഞ്ഞൂടെ മാഡം? അതങ്ങനെ നേരത്തെ പറയാൻ പറ്റില്ല, കാരണം ഉറപ്പില്ലാത്ത അതിഥിയാ. അപ്പൊ നിങ്ങൾക്ക് സർപ്രൈസ് തന്നെ ആവണം. എന്നാലും മാം, എന്നാലും ആരായിരിക്കും ആ അതിഥി?